ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. നാളെ MLS നടക്കുന്ന മത്സരത്തിൽ ഇന്റർ മയാമി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഹൂസ്റ്റൺ ഡൈനാമോയാണ് ഇന്റർ മയാമിയുടെ എതിരാളികൾ. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ ഒരു മത്സരം നടക്കുക. എന്നാൽ ഈ മത്സരത്തിൽ സൂപ്പർ താരം ലയണൽ മെസ്സി കളിക്കുന്നില്ല. അതിപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മെസ്സി ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടില്ല. പരിക്കോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ മെസ്സിക്ക് വിശ്രമം നൽകാൻ പരിശീലകനായ ഹവിയർ മഷരാന തീരുമാനിക്കുകയായിരുന്നു. കാരണം തുടർച്ചയായി മത്സരങ്ങളാണ് ഇപ്പോൾ മെസ്സിക്കും സംഘത്തിനും കളിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ മെസ്സി ഉണ്ടാവില്ല. ഹൂസ്റ്റൺ ഡൈനാമോയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. വലിയൊരു കൂട്ടം ആരാധകർ മെസ്സിയുടെ പ്രകടനം കാണാൻ വേണ്ടി ഈ ടിക്കറ്റുകൾ എടുത്തിരുന്നു. അവർക്ക് നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഹൂസ്റ്റൺ ഡൈനാമോ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അതായത് ഈ മത്സരത്തിനെത്തുന്ന ആരാധകർക്ക് കോംപ്ലിമെന്റ് ആയിക്കൊണ്ട് മറ്റൊരു ടിക്കറ്റ് കൂടി ലഭിക്കും. ഭാവിയിലെ ഒരു മത്സരം കൂടി കാണാൻ കഴിയും എന്നൊക്കെയാണ് ഇപ്പോൾ ഹൂസ്റ്റൺ ഡൈനാമോ അറിയിച്ചിട്ടുള്ളത്. അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഇന്റർ മയാമിക്കെതിരെയുള്ള മത്സരത്തിൽ ആതിഥേയത്വം വഹിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ മെസ്സി പങ്കെടുക്കുന്നില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടില്ല. എതിരാളികൾക്ക് വേണ്ടി കളിക്കുന്ന താരത്തിന്മേൽ കൺട്രോൾ നടത്താൻ ഞങ്ങൾക്ക് ഒന്നും സാധിക്കില്ലല്ലോ. എല്ലാവരോടും മനോഹരമായ ഒരു അന്തരീക്ഷം തീർക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. നാളത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു കോംപ്ലിമെന്ററി ടിക്കറ്റ് കൂടി ഞങ്ങൾ നൽകും. ഭാവിയിലെ ഒരു മത്സരം കൂടി വീക്ഷിക്കാം. അതിന്റെ വിവരങ്ങൾ ഞങ്ങൾ വൈകാതെ നൽകുന്നതാണ്. ഇതാണ് ഹൂസ്റ്റൺ ഡൈനാമോ പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റ്. അതായത് മെസ്സി വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ടിക്കറ്റ് വില വർദ്ധിക്കും. മാത്രമല്ല ഒരുപാട് ആരാധകർ ഇതിൽ ആകൃഷ്ടരാവും. എന്നാൽ മെസ്സി ഇല്ല എന്നറിയുമ്പോൾ തീർച്ചയായും ആരാധകർ വലിയ നിരാശ പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആരാധകരെ അടക്കി നിർത്താൻ വേണ്ടി, തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോൾ ഹൂസ്റ്റൺ ഡൈനാമോ നടത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.